ആരോഗ്യ സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കലെത്തും. SR ഹെൽത്ത് കെയർ പുലാക്കോട്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം, കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ SR ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു. AG പ്രേംകുമാർ, KC വർഗീസ്, ഹേമന്ത് കുമാർ, M വേണുഗോപാൽ, T അനുശ്രീ, K കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ. കൂടാതെ ഫിസിയോതെറാപ്പിയും ENT ഡോക്ടറുടെ സേവനവും ലഭ്യമാണ്. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും SR ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. SR ഹെൽത്ത് കെയർ പുലാക്കോട്, ചേലക്കര. ഫോൺ 7306722808. ദേശമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും വിദ്യാഭ്യാസ ധനസഹായ വിതരണവും പുലാക്കാട് രവീന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് നല്ല പഠനമുണ്ട്. നല്ലപോലെ പഠിച്ച് നിങ്ങൾ പഠിച്ച കാര്യത്തിൽ ഫുൾ A+ വാങ്ങി ഇന്ന് എല്ലാവരും നല്ല ഒരു അഭിമാനത്തോടു കൂടി നിങ്ങളും മാത്രമല്ല നിങ്ങൾ ഉള്ള രക്ഷിതാക്കളും പഠിപ്പിച്ച അധ്യാപകരും ഇന്ന് തല ഉയർത്തിയാണ് ഇരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, എൻ്റെ മകളാണ് എന്ന് പറയുന്നവർക്ക് ചെറിയൊരു അഭിമാനമല്ല, അത് നിങ്ങളുടെ കഷ്ടപ്പാടും അതിന് പുറകിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എനിക്കൊരു ചെറിയ അഭ്യർത്ഥന, പുസ്തകത്തിലെ പഠിച്ച് A+ മാത്രമല്ല ജീവിതത്തിലെ കാര്യത്തിലും A+ നേടണം. അത് പുതിയ കാലഘട്ടം അനുസരിച്ച് നമുക്ക് ഇന്ന് മറ്റു പല രീതിയിൽ വഴിതെറ്റിപ്പോകുന്നു. അത് നല്ലപോലെ തിരിച്ചറിയണം. നമ്മൾ കണ്ടുമുട്ടുന്ന ഇനി പുതിയ കോളേജിലായാലും ഇനി +1 +2 ആയി ഓൺലൈൻ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ അവർ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പുതിയ കൂട്ടുകെട്ടാണ് നിങ്ങളെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടാൻ പോകുന്നത്. അവർ ഏത് രീതിയിലാണ്, അവരെ നന്മ ചെയ്യുന്ന ആളുകളാണോ അല്ലെങ്കിൽ അവരെ എന്നെ നല്ല വഴി കൂടെ നയിക്കുന്ന കുട്ടികളാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു A+ കൂടെ നിങ്ങൾ നേടണം. അത് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇന്ന് നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇന്ന് നമ്മളിതുവരെ എത്തിക്കണോ എന്ന് ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മുടെ ജീവിത രീതി ആകെ മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് വിശപ്പ് പറഞ്ഞ സാധനം ഇന്ന് കേരളത്തിലില്ല. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ തെറ്റിപ്പോകാം. ഇന്ന് അരി കടം വാങ്ങിച്ച് പോയി വീട്ടിൽ അരി തിളപ്പിച്ച് മക്കൾക്ക് ഭക്ഷണം വെച്ച് കൊടുത്ത് പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന രീതി ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് അതിൻ്റെ വിഷമവും കഷ്ടപ്പാടും ഒന്നും അറിയുന്നില്ല. അവർ എനിക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ പോയി എഴുതിയാൽ തിരിച്ച് എൻ്റെ റിസൾട്ട് വരുന്നു, നല്ല റിസൾട്ടാകുന്നു, ഞാൻ വീട്ടിൽ ഉപയോഗപ്പെടുത്തിട്ട് പോകുന്നു. പക്ഷെ പോകുന്ന സ്ഥലങ്ങളിൽ പല കുട്ടികളും വഴിതെറ്റി പോകുന്നു. അത് നമ്മുടെ കഷ്ടപ്പാടും പ്രയാസം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇന്നലെയും ഇന്നുമായി ദേശമംഗലത്തിൽ സ്പെഷ്യൽ സ്ക്വാഡും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 33 വർഷത്തോളമായി നടത്തിവരുന്ന പ്രശസ്ത കവി പുലാക്കാട് രവീന്ദ്രൻ സ്മാരക അവാർഡ് വിതരണത്തിന്റെ ഭാഗമായുള്ള പുലാക്കാട് രവീന്ദ്രൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണം, തൃശൂർ സ്റ്റുഡൻസ് ഹോം അലുമിനി ഏർപ്പെടുത്തിയ DR വാര്യർ സ്മാരക വിദ്യാഭ്യാസ ധനസഹായ വിതരണം, പ്രശസ്ത കവി പുലാക്കാട് രവീന്ദ്രൻ അനുസ്മരണം, കാറാത്ത് സതീദേവി സ്മാരക അവാർഡ്, D മനോജ് കുമാർ സ്മാരക അവാർഡ്, KR വെങ്കിടേശ്വരൻ സ്മാരക അവാർഡ്, കുഞ്ഞോമന വാരസ്യാർ സ്മാരക അവാർഡ്, വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം, സ്കൂൾ തലത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഉപരിപഠനത്തിന് അർഹരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് തുടർ പഠനത്തിന് നൽകിവരുന്ന ധനസഹായ വിതരണം എന്നിവയാണ് നടന്നത്. ഗ്രാമീണ വായനശാല പ്രസിഡന്റ് DV ചന്ദ്രൻ അധ്യക്ഷനായി. ER ജയരാജവർമ്മ പുലാക്കാട് രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷൻ അംഗം P സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 7ാം ക്ലാസ് വിദ്യാർത്ഥി KP പ്രണവ് പുലാക്കാട് രവീന്ദ്രൻ രചിച്ച കാറ്റേ നീ കണ്ടുവോ എന്ന കവിത ആലപിച്ചു. ചക്രവാളത്തിനെ ചുംബിച്ചുണർത്തുന്ന തെക്കു പടിഞ്ഞാറൻ കാറ്റേ,
കണ്ടുപോനി പോരും പോരാളിലെന്നാലാം കർഷക പെൺകൊടിയാളെ. പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുശീല, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ, GVHS സ്കൂൾ PTA പ്രസിഡന്റ് KS ദിലീപ്, വായനശാല സെക്രട്ടറി K ശശിധരൻ, തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, വായനശാല വൈസ് പ്രസിഡന്റ് ജയദേവൻ, ജോയിന്റ് സെക്രട്ടറി PA റഷീദ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.